നമസ്കാരം. ട്രംപിന്റെ അമേരിക്കൻ ഭരണകൂടം ലോകശാക്തിക ചേരിയിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും എന്നാണ് പറയപ്പെടുന്നത്. റഷ്യയെയും ചൈനയെയും ഇന്ത്യയും കൂടെ നിർത്തി പുതിയ തന്നെ ഒരു ലോകക്രമം ഉണ്ടാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. യുക്രൈനെ അമേരിക്കൻ പ്രസിഡന്റ് തള്ളി എന്ന് പറയുന്നത് ഇതിന്റെ വ്യക്തമായ സൂചന കൂടിയാകുന്നുണ്ട്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും തന്നെ ഇതിനെ അംഗീകരിക്കില്ല. ഇസ്രായേലിനെ ചേർത്ത് നിർത്തുന്ന അമേരിക്ക യുക്രൈനെ കൈവിടുന്നത് യൂറോപ്യനും മനസ്സിലാകാത്ത ഒരു നയതന്ത്രമായി മാറുകയാണ്. യുക്രൈനെ അവർ കൈവിടില്ല, ചേർത്ത് പിടിക്കുക തന്നെയാണ് ചെയ്യുക. വ്ളാഡിമിർ സെലൻസ്കിയെ ശക്തമായി ന്യായീകരിച്ചിട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള കീർ സ്റ്റാർമർ രംഗത്ത് വരുന്നത്. അത് ഈ സെലൻസ്കിയെ കൈവിടില്ല എന്നതിൻ്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള സൂചന കൂടിയാണ്. അറബ് രാജ്യങ്ങളെയും അമേരിക്കയ്ക്കൊപ്പം ചേർത്ത് നിർത്താനും ട്രംപ് പദ്ധതിയിടുന്നുണ്ട്. സെലൻസ്കി രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്താതെ ഏകാധിപതിയായി പ്രവർത്തിക്കുന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണത്തിന് മറുപടിയായിട്ടാണ് സ്റ്റാർമർ സെലൻസ്കിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത്. കീർ സ്റ്റാർമർ സെലൻസ്കിയെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിനോടാണ് ഉപമിച്ചത്. റഷ്യയുടെ കള്ളക്കഥകൾ ട്രംപ് വിശ്വസിക്കുന്നതായി കഴിഞ്ഞ ദിവസം സെലൻസ്കി ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മറുപടിയായി ട്രംപ് പറഞ്ഞത് റഷ്യ യുക്രൈൻ ആക്രമിച്ചതിന് ഉത്തരവാദികൾ അവർ തന്നെയാണ് എന്നാണ്. ഇതിന് പിന്നാലെയാണ് സെലൻസ്കിയെ പിന്തുണച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എത്തുന്നത്. ഇതോടെ അമേരിക്കൻ നീക്കങ്ങളെ യൂറോപ്പ് പ്രതിരോധിക്കുമെന്ന സൂചനയാണ് വരുന്നത്. ആഗോള സൗഹൃദങ്ങളിൽ ഇനി വമ്പ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം കീർ സ്റ്റാർമർ സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. യുക്രൈന് എല്ലാ സഹായവും സെലൻസ്കിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്റ്റാർമർ. യുക്രൈനിൽ ജനാധിപത്യപരമായിട്ട് തന്നെയാണ് സെലൻസ്കിയെ തിരഞ്ഞെടുത്തത് എന്ന് സ്റ്റാർമർ വ്യക്തമാക്കുകയും ചെയ്തു. യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്നത് എന്ന് ചോദിച്ച കീർ സ്റ്റാർമർ രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന ചർച്ചിൽ തിരഞ്ഞെടുപ്പ് നടത്താതിരുന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടി. യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം കൈവരാനും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ഇതിനുവേണ്ടി അമേരിക്ക മുൻകൈയെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നതായിട്ടും അദ്ദേഹം പറഞ്ഞിരുന്നു. അടുത്തയാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ബ്രിട്ടൻ നടത്തുന്ന ശ്രമങ്ങൾ വിശദീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ട്രംപിനെ വിമർശിക്കുന്നതിൽ നിന്ന് സ്റ്റാർമറെ പിന്തിരിപ്പിക്കുന്നത്. സെലൻസ്കിയെയും യുക്രൈന് കോടികളുടെ സഹായം നൽകിയ ബൈഡൻ ഭരണകൂടത്തെയും കഴിഞ്ഞ ദിവസം ട്രംപ് രൂക്ഷമായാണ് വിമർശിച്ചത്. സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം നടത്തിയത്. 350 ബില്യൺ ഡോളറാണ് യുദ്ധത്തിന് വേണ്ടി പാഴാക്കിയതെന്ന് പറഞ്ഞ ട്രംപ് സെലൻസ്കിയെ കൊമേഡിയൻ എന്ന് പറഞ്ഞ് കളിയാക്കുക കൂടി ചെയ്തു. നേരത്തെ യുക്രൈനിലെ പ്രമുഖനായ കോമഡി നടനായിരുന്നു സെലൻസ്കി. തന്നെ കൊണ്ടല്ലാതെ ആർക്കും പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും ട്രംപ് അവകാശപ്പെടുകയും ചെയ്തു. തനിക്ക് യുക്രൈനോട് വലിയ ഇഷ്ടമാണ്, പക്ഷേ സെലൻസ്കിയാണ് എല്ലാം നശിപ്പിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 2019 നടന്ന തിരഞ്ഞെടുപ്പിലാണ് സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചിരുന്നു. എന്നാൽ 2022 റഷ്യയുമായി ആരംഭിച്ച യുദ്ധം അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. ട്രംപിസം കൂടി എത്തിയതോടെ അമേരിക്കയും റഷ്യയും കൂടുതൽ അടുക്കുമെന്നാണ് വിലയിരുത്തൽ. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഏകാധിപതിയെന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് റഷ്യയ്ക്ക് അനുകൂലമായ സന്ദേശമാണ്. ട്രംപ് നടത്താത്ത ഏകാധിപതിയാണ് സെലൻസ്കി എന്നും എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം തന്നെ അവശേഷിക്കില്ലെന്നും ട്രംപ് വിമർശിച്ചു. തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്തിലൂടെയായിരുന്നു വിമർശനം. അതിഗുരുതരമാണ് ഈ ആരോപണം. ഇതോടെ യുക്രൈന് മേൽ റഷ്യയ്ക്ക് മുൻതൂക്കവും കിട്ടുന്നുണ്ട്. പണമായും ആയുധങ്ങളായും റഷ്യക്കെതിരെ പോരാടുന്ന യുക്രൈന് അമേരിക്ക സഹായങ്ങൾ നൽകിയിരുന്നു. അതൊന്നും ഇനി കിട്ടുകയേയില്ല. പുതിയ ലോകക്രമം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി റഷ്യയുമായി അടുക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. 2022 ഫെബ്രുവരി 24 റഷ്യ അധിനിവേശം ആരംഭിച്ചതു മുതൽ യുക്രൈന് സർവ്വ പിന്തുണയുമായി നിലകൊണ്ട രാജ്യമാണ് US. റഷ്യയെ ആഗോളതലത്തിൽ നയതന്ത്രപരമായും സാമ്പത്തികമായും ഒറ്റപ്പെടുത്താൻ മുൻപന്തിയിൽ നിന്നത് ബൈഡൻ സർക്കാരായിരുന്നു. എന്നാൽ ട്രംപ് അതിന് നിൽക്കില്ല. ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിൽ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു. യുക്രൈൻ വിഷയം പരിഹരിക്കുന്നതിനൊപ്പം US റഷ്യ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും പരസ്പരം സ്ഥാനപതികളെ നിയമിക്കാനുമൊക്കെ തീരുമാനിച്ചു. പുടിന് വിജയം അവകാശപ്പെടാനാകുന്ന തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ധാരണയുണ്ടാക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നന്ദി.